അല്ലേ സാജി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നീ ഇത് ആരടുത്തും പറയരുത്. ഇല്ലളിയാ, സത്യം ചെയ്യാടുത്തും പറയും. ഉറപ്പാണല്ലേ? ഉറപ്പ്. അത് പിന്നളിയാ, ഞാൻ ഭയങ്കര ഒരു സംഭവം. ഇല്ലളിയാ, ഞാൻ ആരടുത്തും പറയത്തില്ല. ഞാൻ വൈകിട്ട് നാഗം പെട്ടുമ്പോളെ അവരോട് അങ്ങ് വിളിച്ചിട്ടോളാം കേട്ടോ. എന്താ ചോദിച്ചാണ്? എടാ ഇത് വെള്ളത്തിൽ വീണല്ലേ, ഇത് ഓണാവുന്നില്ലയോ? നോക്കട്ടെ നോക്കട്ടെ. എടുത്തേ, ഇതൊന്നും നിന്നെ കൊണ്ട് കൂട്ടിയ കൊടുത്തില്ല. ഇതൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം. അല്ലളിയാ, ഇത് ഏത് വെള്ളത്തിലാ വീണത്? എടാ നടന്നു വീഴുന്ന വഴിക്ക് ആ ഹോസ്പിറ്റലിൽ ഓടെ ചെന്ന് വീഴുന്നത്. ഫോൺ നോക്കിയായി. ഓക്കെ. ആ ശരിയാണ്. അല്ല, വെള്ളം പോവാനായിരുന്നു എന്റെ വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാക്കയെ പൂച്ച വെള്ളം പൊട്ടെ, കാക്കയെ പൂച്ച വെള്ളം പൊട്ടെ. ഇത് എനിക്കറിയായിരുന്നളിയാ. നമുക്കുണ്ടാവുന്ന പിള്ളേരെ ഏ സ്കൂളിലാക്കും? കൺഫ്യൂഷൻ ആയല്ലോ. അളിയാ, 1 തൊട്ട് 5 വരെ ആണെങ്കിൽ CBSE സ്കൂൾ വിടും. അത് കഴിഞ്ഞിട്ട് ബസ്സിൽ വെച്ചിട്ട് വിടും. പൊളിക്കും. കോള് സ്പീക്കർ ഇട്ടിട്ട് ചെവി വെച്ചല്ല ഉണ്ടാക്കുന്നത്. മച്ചാനെ, എന്റെ കൂട്ടുകാരനൊരു ബുള്ളറ്റ് വേണമെന്ന് പറഞ്ഞു. നിന്റെ അറിവല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു 2012 മോഡൽ ബുള്ളറ്റ് കിടപ്പുണ്ട്. 1.15 ചോദിക്കും. നമുക്കൊരു 1 രൂപയ്ക്കാണെങ്കിൽ സെറ്റ് ചെയ്യാം. ബുള്ളറ്റല്ല, കപ്പയുടെ ഒരു ചെറുക്ക സെറ്റാണ്. അളിയാ, നമ്മളെ നാട് എന്ത് സുന്ദരമാണ്. ഇവിടെ എല്ലാം വാഴക്കൃഷി തുടങ്ങിയത് നമുക്ക്. അളിയാ, വാരകൃഷി ഒന്നുമില്ല. ചീരയാണെങ്കിൽ പൊളിക്കും. എല്ലാം അറിയാനെ കൊണ്ട് തോറ്റല്ലോ. എന്തോ ചെയ്യാനാളിയാ, തലവേദന. EMI ഇട്ട് ഒരു ഫോൺ എടുത്തളിയാ. EMI ഇട്ട് ഫോൺ വാങ്ങരുത്. നീയൊക്കെ നഷ്ടം. EMI ഇട്ടൊക്കെ ഫോൺ എടുത്താൽ നിന്റെ ജീവിതം പോയി. ഞാൻ കാറ്ററിംഗിന് വന്നുണ്ട്, ഞാൻ അടച്ചോളാം. നിനക്ക് എന്ത് പ്രശ്നം? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീയൊക്കെ നഷ്ടക്കച്ചവടത്തിനാണ് നിൽക്കുന്നത്. എല്ലാം അറിയാവുന്നൊരു ബാബു, അവനൊന്ന് പറ്റിച്ചാലാ. അളിയാ, നീ ഫ്രീ ആണോളിയാ? ഒരു ഓട്ടം ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഓക്കെയാണ്. എന്താണ് അളിയ, നീ വണ്ടിയൊക്കെ ഓടിക്കല്ലേ? ഡ്രൈവിംഗ് അല്ലേ, അതാണ് ഇക്കട മെയിൻ. എങ്കിൽ നീ നേരെ നെടുമ്പാശ്ശേരിയിലേക്ക് വിട്ടു. അവിടുത്തെ എയർ ഇന്ത്യ എടുത്ത് എല്ലാരും ഒന്ന് ദുബായിലോട്ടാക്കണം. എല്ലാം അറിയാൻ തന്നെയല്ലേ, അതും കൂടെ ചെയ്യുന്നു. വീട്ടില് വിമാനം ഇല്ലാണ്ടായി പോയി. ഇല്ലെങ്കിൽ അതും പുറത്ത് കാണിച്ചു തന്നെ ഞാൻ.